മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ക്യാമ്പ് ഓഫീസ് തുറന്നു. ചിന്നക്കട ആശ്രാമം റോഡിലാണ് ഓഫീസ് തുറന്നത്. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ക്യാമ്പ് ഓഫീസാണ് ചിന്നക്കട ആശ്രാമം റോഡിൽ ശാന്തിനഗറിൽ മന്ത്രിയുടെ വീടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. NK പ്രേമചന്ദ്രൻ MP ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് ആരംഭിച്ചതോടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ സഹായകരം ആകുമെന്ന് MP പറഞ്ഞു. സത്യത്തിൽ ഒരു MLA ഓഫീസ്, MP ഓഫീസ്, ഞാൻ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനം ഒരു ജനകീയ ഉത്സവമായി മാറുന്ന അനുഭവം സത്യത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ, നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല പരിസര പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ, പന്മന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് തുപ്പാശ്ശേരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ പ്രമുഖരായ ഒട്ടനവധി പേർ. അപ്പൊ നാടിന്റെ ഒരു ജനകീയ ഉത്സവമായി മാറി. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒരാശ്വാസ കേന്ദ്രമായി ഈ ഓഫീസ് മാറണമെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നിർദ്ദേശിക്കാനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ശ്രീമതി ബിന്ദു കൃഷ്ണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന മന്ത്രി കൂടിയാണ്. ലേബർ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ഗവൺമെന്റിന്റെ പോർട്ട്ഫോളിയോയിലൊന്നാണ് തൊഴിൽ വകുപ്പ്. അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ഡിപ്പാർട്ട്മെന്റുകളുള്ള ഒരു വകുപ്പാണ് സത്യത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഒട്ടനവധി വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷീരവികസനവും അനിമൽ ഹസ്ബൻഡറിയും, ആ അനിമൽ ഹസ്ബൻഡറിയും ക്ഷീരവികസനവും കഴിഞ്ഞ പ്രാവശ്യം ഒരു മന്ത്രി മാത്രമായി ചുമതലയേറ്റ് നിർവഹിച്ചിരുന്നതാണ്. അപ്പൊ അനിമൽ ഹസ്ബൻഡറി, ഡയറി ഡെവലപ്മെന്റ്, അതുപോലെ വനിതാ ശിശുക്ഷേമ വികസനം, ലേബർ വകുപ്പ്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വകുപ്പുകൾ, അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസവും ക്ഷേമവും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രി കൂടിയാണ് അഡ്വക്കേറ്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അപ്പൊ തീർച്ചയായും ഈ ഓഫീസ് ഇവിടെ ഇപ്പോൾ ഔപചാരികമായി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഓഫീസ് ഡെപ്യൂട്ടി മേയർ കരിമാലിൽ ഡോക്ടർ ഉദയ സുകുമാരൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ്, RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് P ജെർമിയാസ്, സൂരജ് രവി, L ശ്രീദേവി, അഡ്വക്കേറ്റ് തേവള്ളി R സുനിൽ, ബിന്ദു ജയൻ, ഈച്ചം വീട്ടിൽ നയാസ് മുഹമ്മദ്, കിളികൊല്ലൂർ ശിവപ്രസാദ്, ഫെബ സുദർശനൻ, വിഷ്ണു സുനിൽ പന്തളം, D ഗീതാകൃഷ്ണൻ, പ്രാക്കുളം സുരേഷ്, പാലത്തറ രാജീവ, S വിപിനചന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, സന്തോഷ് തുപ്പാശ്ശേരിൽ, B ത്രിദീപ് കുമാർ, രമണൻ, പ്രസാദ് നാണപ്പൻ, S കൃഷ്ണകുമാർ, സേതുനാഥൻ പിള്ള, സിസിലി സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് എല്ലാ ദിവസവും പ്രവർത്തിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ക്യാമ്പ് ഓഫീസിൽ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.